പ്രിയപ്പെട്ടവരെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡീഷണൽ ലാംഗ്വേജ് അറബിക്കിൻ്റെ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്ന് പറയുന്ന പേപ്പറിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തഅമ്മുലാത്ത് ഹിന്ദിയ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള 4 പേജുകളിൽ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ തഅമ്മുലാത്ത് ഹിന്ദിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമ്മുടെ പേപ്പറിൻ്റെ പേര് തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്നായതുകൊണ്ട് ഇന്ത്യയുമായി സംബന്ധിച്ചിട്ടുള്ള പാഠങ്ങളാണ് മുഴുവനായിട്ടും ഇതിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പാഠത്തിൽ ഒരു വ്യത്യസ്തമായിട്ട് ഇന്ത്യയെ അറബ് സഞ്ചാരികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അവരിവിടെ വന്ന് ഇന്ത്യയുടെ പല കാഴ്ചകളും കണ്ട് പലതും അനുഭവിച്ച് എന്താണ് അറബ് മേഖലകളിൽ അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതും, പ്രത്യേകിച്ചും അവരുടെ യാത്രാ വിവരണത്തിൽ സ്വാഭാവികമായിട്ടും സഞ്ചാരികൾ എന്ന് പറയുന്നത് കേവലം ഒരു രാജ്യം കണ്ടു പോകുക എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുക തന്നെ ഇത്തരം സഞ്ചാരികളുടെ എഴുത്തുകളിലൂടെയും അവരുടെ പുസ്തകങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ നിരവധി സഞ്ചാരികൾ അറബ് മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയെക്കുറിച്ച് അവർ കണ്ടതനുസരിച്ച് അന്ന് അനുഭവിച്ചതനുസരിച്ച് അവർ പലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആറ്റിക്കുറിക്കൊണ്ട് അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ. ഈ പാഠത്തിൻ്റെ കാതൽ അതാണ്. അതായത് നിരവധി അറബ് സഞ്ചാരികൾ ഇന്ത്യയിൽ വന്നു, എന്നിട്ട് അവർ ഇന്ത്യയിൽ മുഴുവനായിട്ടും ചുറ്റി സഞ്ചരിച്ചു. പല സംസ്കാരങ്ങളും പല കാഴ്ചകളും പല അനുഭവങ്ങളും അവർക്ക് നേരിട്ടു, അവർ കണ്ടു, അനുഭവിച്ചു. എന്നിട്ട് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ യാത്രാ വിവരണമായിട്ട് പല പുസ്തകങ്ങളും അറബി ഭാഷയിൽ അവർ രചിച്ചിട്ടുണ്ട്. അതിലെന്താണ് എഴുതി വച്ചിട്ടുള്ളത്, അതിൻ്റെ കണ്ടന്റുകൾ എന്താണ്, ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്, ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് അറബ് മേഖലയിൽ നിന്നും സഞ്ചാരികളായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പം ഞാനതിനെ ചുരുക്കിയിട്ട് ഒരു 2 ടേബിളുകളാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ടേബിള് നോക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം അത് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ ഇതുപോലെ ചെയ്തത്. ചില ടേബിളിൻ്റെ ചില കോളങ്ങൾ ബ്ലാങ്ക് ആയിരിക്കും, കാരണം അവരുടെ പുസ്തകങ്ങളോ അവരുടെ മറ്റുള്ള വിവരങ്ങളോ ഒന്നും തന്നെ കേവലം ഒരു പേരല്ലാതെ മറിച്ച് നമ്മുടെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് അവരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക മാത്രമാണ് ചില ആളുകളുടെ കുറിച്ച് ചെയ്തിട്ടുള്ളത്. അവരെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇബ്നു ബത്തൂത്ത, അൽ ബറൂണിയെ പോലെയുള്ള ആളുകളെക്കുറിച്ച് നിരവധി വിവരങ്ങൾ നമുക്ക് അങ്ങനെ ലഭിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് മാത്രം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ബാക്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ തദ്രീബാത്തിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഉദ്കുർ ബഅദൻ മിൻ അസ്മാഇ റഹാലത്തിൽ അറബ് അല്ലദീന അതൗ ഇലൽ ഹിന്ദ്. ഇന്ത്യയിലേക്ക് വന്ന അറബ് സഞ്ചാരികളുടെ പേര് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ ഈ ടേബിളുകൾ സഹായിക്കും. പ്രത്യേകിച്ചും ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ കോളത്തിൽ റഖം, അതായത് നമ്പേഴ്സുകളാണ്, നമ്മൾ സീരിയൽ നമ്പർ എന്നൊക്കെ പറയും. അതിൽ ഒന്നാമത്തേത് അൽ മസ്ഊദി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇസ്മ അവിടെ ലഭിച്ചു. അസ്മാ റഹാലത്തുൽ അറബ് അല്ലദീന അതൗ ഇലൽ ഹിന്ദിൽ ഒന്നാമത്തെ ഇസ്മ നമുക്ക് അവിടെ ലഭിക്കും. അൽ മസ്ഊദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യ കണ്ടു, ഇന്ത്യ സന്ദർശിച്ചു, ഇന്ത്യയിലെ പലതും അദ്ദേഹത്തിന് അനുഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു അനുഭവമായിട്ട്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അതാണ് മൂന്നാമത്തെ കോളത്തിൽ മുഅല്ലിഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചന. അവരുടെ രചനകളിൽ ഒന്നാണ് തഹ്ഖീഖു മാലിൽ ഹിന്ദ് മിൻ മഖൂലത്തിൻ മഖ്ബൂലത്തിൻ ഫിൽ അഖ്ലി ഔ മർദൂല എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു പുസ്തകം. ആ പേര് തന്നെ കുറച്ച് വലുതാണ്.
നിങ്ങളതിനെ വേണമെങ്കിൽ തഹ്ഖീഖ് മാലിൽ ഹിന്ദ് എന്ന ഒരു ഓർമ്മയിൽ ആ ഒരു ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ ചുരുക്കാൻ പറ്റുന്നതാണ്. മസ്ഊദിയുടെ തഹ്ഖീഖ് മാലിൽ ഹിന്ദ് മിൻ മഖൂലത്തിൻ മഖ്ബൂല ഫിൽ അഖൽ ഔ മർദൂല എന്നാണ് ആ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര്. അടുത്ത കോളത്തിൽ അഥവാ അവസാനത്തെ കോളത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മൗലൂ ബാർ അഖ്വാൽ. അത് രണ്ടും രണ്ട് കളറിലായിട്ടാണ് കൊടുത്തത്. അപ്പോൾ മൗലൂഇന് ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ താഴെ ആ കോളത്തിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണാം. കാരണം മൗലൂ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന വിഷയങ്ങൾ, ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ട് വിഷയങ്ങളായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല അത് അങ്ങനെ തന്നെ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. മസ്ഊദി ഈ പുസ്തകത്തിൽ എന്ത് വിഷയമാണ് പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരുത്തരെ കുറിച്ച് അനീസ് മൻസൂർ, ഇന്ത്യയെക്കുറിച്ച് അനീസ് മൻസൂറിൻ്റെ ഖൗല് അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മസ്ഊദി തൻ്റെ പുസ്തകമായ തഹ്ഖീഖ് മാലിൽ ഹിന്ദിൽ വിഷയമായിട്ട് പറയുന്നത് അഥവാ മൗലു ആയിട്ട് വരുന്നത് തൊബക്കാത്തുൽ അർബ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ 4 തൊബക്കകളെയാണ്, ജാതി വ്യവസ്ഥകൾ എന്നൊക്കെ പറയാം നമുക്ക്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്ന് പറയുന്ന 4 തൊബക്കകൾ അതിവിടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അൽ ബ്രഹ്മൺ, ക്ഷത്രി, ബേഷ് എന്നാണ് അദ്ദേഹം വൈശ്യരെ കുറിച്ച് അതിൽ ഉപയോഗിച്ച പദം. ശൂദ്രു എന്നാണ് ശൂദ്രരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 ജാതി വ്യവസ്ഥകളാണ് ഇതിൻ്റെ മൗലൂ. അതേപോലെ ബ്രൺ, അൽ അൽവാൻ, ജാതക്, അൽ മവാലീസ്, ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വിഷയങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം എന്താണെന്ന് ചോദിക്കാം. രണ്ടാമത്തത് ആ വിഷയത്തിൻ്റെ മൗലൂ എന്താണെന്ന് ചോദിക്കാം. ഇനി ആ മൗലൂയിൽ തന്നെ മൻഹും അൽ ബ്രാഹ്മൺ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ് ബ്രാഹ്മണർ? അത് നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോ അല്ലെങ്കിൽ ഇവിടെ ഈ പുസ്തകത്തിൽ പറഞ്ഞതോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തത് ബ്രൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൽവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ലൗന് അൽവാൻ. ജാതക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മവാലിദ്, ജന്മം എന്നാണ്. അപ്പോൾ അത്തരം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനും പറ്റും. രണ്ടാമത്തെ വ്യക്തിയാണ് അൽ ബറൂണി. അപ്പോൾ അസ്മാ ഉർ റഹാലയിൽ ഒന്ന് മസ്ഊദിയുടെ മുഅല്ലിഫാത്ത്, ആ മുഅല്ലിഫാത്തിൻ്റെ വിഷയങ്ങൾ. രണ്ടാമത്തെ അൽ ബറൂണിയാണ്. അൽ ബറൂണിയുടെ പുസ്തകങ്ങളൊന്നും ഇവിടെ പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ പേര് മാത്രം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അസ്മാ ഉർ റഹാലയിൽ. 3 ഇബ്നു ബത്തൂത്തയാണ്. 4-മത്തെ സുലൈമാൻ അത്താജിർ. 5-മത്തത് അബൂ സെയ്ദ് അസ്സിറാഫി. ഇങ്ങനെ 5 പേരെയാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 5 പേരെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മസ്ഊദിയെ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ മുഅല്ലിഫാത്തും ആ മുഅല്ലിഫാത്തിൻ്റെ മൗദൂഉം മനസ്സിലാക്കി വെക്കുക. ഇനി 6-മത്തത് മുഹമ്മദ് ബിൻ നാസിർ അൽ അബൂദി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മുഅല്ലിഫാത്താണ് ഇന്ത്യ കണ്ട് സന്ദർശിച്ചിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അർ-റിഹ്ലാത്തുൽ ഹിന്ദിയ ഫി ജനൂബിൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം. അർ-റിഹ്ലാത്ത് അൽ ഹിന്ദിയ ഫി ജനൂബിൽ ഹിന്ദ്. അതിൻ്റെ മൗലൂഅ് ഉലൂം വ സഖാഫത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ കൾച്ചറുകളെക്കുറിച്ചും ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിജ്ഞാനങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ 6-മത്തെ പേരായിട്ട് മുഹമ്മദ് ബിൻ നാസിർ അൽ അബൂദിയെ നമുക്ക് എണ്ണാം. അദ്ദേഹത്തിൻ്റെ മുഅല്ലിഫാത്ത് ഇവിടെ പറയുന്നുണ്ട്. അർ-റിഹ്ലാത്തുൽ ഹിന്ദിയ ഫി ജനൂബിൽ ഹിന്ദ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഉലൂം വ സഖാഫത്തുൽ ഹിന്ദ് അഥവാ മൗലൂഅ. 7-മത്തെ വ്യക്തിയാണ് അനീസ് മൻസൂർ. ഇവിടെ അനീസ് മൻസൂറിൻ്റെ പുസ്തകമായിട്ട് ഹൗലൽ ആലം ഫി അൽഫൈൻ യൗം, ഹൗലൽ ആലം ഫി അൽഫൈൻ യൗം എന്ന് പറയുന്ന പുസ്തകമാണ് അനീസ് മൻസൂർ ഇന്ത്യ സന്ദർശിച്ചിട്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേര്. ഇതിൻ്റെ കണ്ടന്റ് അല്ല ഇവിടെ പറയുന്നത്, ഇവിടെ അഖ്വാലാണ്. അദ്ദേഹം ഇന്ത്യ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഖൗല്
ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ മാതാ കാല അനീസ് മൻസൂർ അനിൽ ഹിന്ദ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിൽ തദ്രീബാത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഇന്നൽ ഹിന്ദ് ലൈസത്ത് ദൗലത്തൻ വലാകിന്നഹ ഖാറത്തുൻ വാസിയത്തുൻ, അദ്ദേഹത്തിൻ്റെ വാക്കാണത്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഇന്നൽ ഹിന്ദ്, ഇന്ത്യ എന്ന് പറയുന്നത് ലൈസത്ത് ദൗലത്തൻ, കേവലം ഒരു രാഷ്ട്രമല്ല, വലാകിന്നഹ ഖാറത്തുൻ വാസിയത്തുൻ, അതെന്താണ്, ഒരു വിശാലമായ ഒരു കോണ്ടിനെൻ്റാണ്, ഒരു ഖാറത്താണ്, ഒരു ഭൂഖണ്ഡമാണ്. പിന്നെ അർ റജുലുൽ ഹിന്ദി, ഒരു ഇന്ത്യക്കാരന് യസ്തതിയ കഴിയും, സാധിക്കും, അയ്യഈശ ഫി അസ്വഇൽ ദുറൂഫ്, ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജീവിക്കാൻ ഇന്ത്യക്കാരന് കഴിയും. വഫി അസ്ഗറി മസാഹത്തിൽ മിനൽ അർദ്, ഭൂമിയിലെ ഏറ്റവും ചെറിയ സ്പേസിൽ, വളരെ ചെറിയ സ്പേസിൽ, ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ, അന്തരീക്ഷങ്ങളിൽ പോലും അവർക്ക് ജീവിക്കാൻ പറ്റും. വബി അഖല്ലി ത്വആമിൻ, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ജീവിക്കാൻ പറ്റും. വശറാബിൻ മുംകിൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് വളരെ ചെറിയ ഭൂമിയിൽ അഥവാ ചെറിയൊരു സ്പേസിൽ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ടുള്ള കമൻറ്റുകൾ ഒരു പക്ഷേ ഉണ്ടാകാം. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ അദ്ദേഹം കണ്ടതിനനുസരിച്ചാണ് ഇതിനെ അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലതും ഈ വിഷയങ്ങളിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് യാത്ര എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനൊരു മനുഷ്യൻ യാത്ര ചെയ്യണം, ആ യാത്രയിൽ അവനിക്ക് എന്ത് ലഭിക്കും, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് യാത്ര ചെയ്താൽ എന്താണ് ആ മനുഷ്യന് ലഭിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു പിന്നെ മറ്റുള്ള ആളുകൾക്ക് ആ രാജ്യത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ സംസ്കൃതിയെയും അവരുടെ സംസ്കാരത്തെയും അവിടുത്തെ ഭക്ഷണ രീതികളെയും മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകളെയും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക, അതൊക്കെ സാധാരണ ഒരു യാത്രയിൽ കൂടിയാണ്. അങ്ങനെ യാത്രയുടെ മൊത്തം ഒരു ഗുണമേന്മകൾ ആദ്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പലരും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും അറബ് കൺട്രീസിൽ നിന്നും അറബ് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ആ സഞ്ചാരികളിൽപ്പെട്ട 7 സഞ്ചാരികളെ ഇവിടെ നമ്മൾ എണ്ണുന്നു. എന്നിട്ട് അവരുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്ത് ഈ രാജ്യത്തെ കുറിച്ച് വലിയൊരു പുസ്തകത്തിലൂടെ, യാത്രാ വിവരണത്തിലൂടെ അവർ ഈ ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നു. അതേത് രൂപത്തിലാണ്, അതിൻ്റെ ആ പുസ്തകങ്ങളുടെ പേര്, അങ്ങനെ യാത്രാ വിവരണമായിട്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അവരുടെ അഭിപ്രായം എന്താണ് എന്നടക്കം ഇവിടെ വിശാലമായിട്ടാണ് പറയുന്നത്. അതിനെ ആറ്റിക്കുറുക്കിയാണ് ഒരു 2 സ്ലൈഡുകളിലാക്കിയിട്ട് ഒരു കോളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കുകൾ വാങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും.